ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ സി പി എമ്മിൻ്റെ സെക്കൻഡ് മോഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മുടെ എക്സാമിന് എപ്പോഴും റിപ്പീറ്റഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത പ്രോബ്ലമാണ്. അടുത്ത പ്രോബ്ലത്തിൻ്റെ സെക്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ ടോപ്പിക് എന്ന് പറയുന്നത് ക്രാഷിംഗ് ഓഫ് എ പ്രൊജക്റ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ക്രാഷിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ക്രാഷിംഗ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ക്രാഷിംഗ് ഓഫ് പ്രൊജക്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം നമ്മളൊരു നെറ്റ്വർക്ക് അനാലിസിസ് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ കേസിൽ നമ്മളൊരു മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? ആ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് മിനിമം കോസ്റ്റിനുള്ളിൽ വിത്തിൻ ടൈം പീരീഡിനുള്ളിൽ മിനിമം കോസ്റ്റിനുള്ളിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ കുറച്ചിട്ട് മിനിമം ടൈം പീരീഡിനുള്ളിൽ ടൈമിനുള്ളിൽ മിനിമം കോസ്റ്റിൽ നമ്മൾ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു പ്രൊജക്റ്റ് നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ മെയിൻ ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ എൻജിനീയേഴ്സിൻ്റെയും അതിൻ്റെ പ്രൊജക്റ്റ് മാനേജേഴ്സിൻ്റെ ഒക്കെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളെ അങ്ങനെ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ കുറക്കണം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിലെ ജോബിൻ്റെ ഡ്യൂറേഷൻ കുറക്കണം. ഏത് ആക്ടിവിറ്റീസിൻ്റെ അതിലെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷനും കുറച്ചതിനെ കൊണ്ട് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ക്രിട്ടിക്കലായിട്ട് വരുന്നത് നമ്മുടെ ക്രിട്ടിക്കൽ പാത്തിലുള്ള ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ അതിലുള്ള ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്ത എയിം എന്ന് പറയുന്നത് പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് കുറക്കുക എന്നുള്ളതാണ് അടുത്ത എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ടേം പ്രൊജക്റ്റ് ക്രാഷിംഗ് എന്ന് പറയുന്നത് ക്രാഷ് ചെയ്യുക, അതായത് പ്രൊജക്റ്റിനെ ക്രാഷ് ചെയ്യുക മീൻസ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ റെഡ്യൂസിങ് ദ ഡ്യൂറേഷൻ ഓഫ് എ പ്രൊജക്റ്റ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ ഷോർട്ടണിങ് ദ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ക്രാഷിംഗ് എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഷോർട്ടൺ ചെയ്യാം? ബൈ റെഡ്യൂസിങ് one or more activities, by reducing the time of one or more activities in the critical path. ഓക്കെ, അപ്പം അതാണ് ക്രാഷിംഗ് എന്ന് പറയുന്നത്. Project crashing is a method for shortening the project duration by reducing one or more critical activities to a time less than normal activity time. അപ്പോൾ ആ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൻ്റെ നോർമൽ ടൈം പീരീഡിനേക്കാളും അതിൻ്റെ ടൈം പീരീഡ് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ആക്ടിവിറ്റീസിൻ്റെ ടൈം പീരീഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിൻ്റെ ടൈം പീരീഡ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എൻ്റയർ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ എൻ്റയർ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ ഷോർട്ടൺ ചെയ്യുന്ന അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്രാഷിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്കൊരു പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് ഉണ്ട്, അത് നമുക്ക് 10 days കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കത് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു 7 daysലേക്ക് റെഡ്യൂസ് ചെയ്യണം ആ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 7 daysലേക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ആ 7 days എന്ന് പറയുന്നത് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ മെയിൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ മെയിൻ കമ്പോണൻസ് എന്താണ്? അതിൻ്റെ റിസോഴ്സ് അല്ലേ? റിസോഴ്സ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ആവാം, അതുപോലെ തന്നെ അതിൻ്റെ എന്താവാം, റിസോഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കോസ്റ്റ് അല്ല, എന്തൊക്കെയാവാം? അതിൻ്റെ മെറ്റീരിയൽസ് ആവാം. റിസോഴ്സ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് ആവാം. പിന്നെ എന്താണ് അടുത്ത റിസോഴ്സ് എന്ന് പറയുന്നത്? അതിൻ്റെ നമ്മുടെ മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ ലേബേഴ്സ് ആവാം അല്ലേ? മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ ലേബേഴ്സ് ആവാം. അപ്പോൾ ഈ 10 days എന്നുള്ള 7 days ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നുകിൽ നമ്മളെ ഒരു ലേബേഴ്സിൻ്റെ ഒരു ദിവസം ഒരു ലേബർ മാക്സിമം ഒരു 8 hours വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ 10 days വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിനെ 7 day ആക്കണമെങ്കിൽ എന്ത് വേണം? ആ 8 hours എന്നുള്ളത് അതിൻ്റെ ടൈം കൂട്ടുക. അതായത് 8 hours എന്നുള്ളതിനെ നമുക്കൊരു 12 hours അല്ലെങ്കിൽ ഒരു 16 hours ഒരു 15 hours ആക്കാം. അതായത് ഓവർ ടൈം വർക്ക് ചെയ്യുക, എക്സ്ട്രാ ടൈം കൂടി വർക്ക് ചെയ്യുക. അപ്പോൾ ലേബേഴ്സിൻ്റെ ഒന്നുകിൽ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിലെ ലേബേഴ്സിൻ്റെ എണ്ണം കൂട്ടുക, അത് ചെയ്യാം. അങ്ങനെ നമുക്ക് ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ കുറേ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക, റിസോഴ്സസ് എക്സ്ട്രാ നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
10 days എന്നുള്ളത് 7 days ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ബൈ ആഡിങ് ദ ഡ്യൂറേഷൻ ഓഫ് സച്ച് ആക്ടിവിറ്റീസ് മേ ബി റെഡ്യൂസ്ഡ് ഇൻ 2 ways. ബൈ ആഡിങ് മോർ റിസോഴ്സസ് ഫോർ ദ ഏർലി കംപ്ലീഷൻ ഓഫ് സച്ച് ആക്ടിവിറ്റീസ് ആൻഡ് വർക്കിംഗ് ലോങ്ങർ ടൈം. ഓക്കെ, ഒന്നുകിൽ നമുക്ക് മോർ റിസോഴ്സസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ലോങ്ങർ ടൈമിൽ, അതായത് ഓവർ ടൈം വർക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് ബൈ റിലാക്സിങ് ദ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഫോർ സച്ച് ആക്ടിവിറ്റീസ്. അതായത് എന്തെങ്കിലും അതർ ടെക്നിക്കൽ ഫെസിലിറ്റീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം പീരീഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ ഈ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്രാഷിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒന്നുകിൽ അതിൻ്റെ മോർ റിസോഴ്സസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ടൈം പീരീഡ് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ട്രാ ബൈ റിലാക്സിങ് ദ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ. പിന്നെ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടൈം പീരീഡ് നമ്മൾ റെഡ്യൂസ് ചെയ്യും. എന്താണ് സംഭവിക്കുന്നത്, നമ്മളിതിൻ്റെ കോസ്റ്റ്, ടൈം പീരീഡ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും അല്ലേ. ഞാനിപ്പോൾ പറഞ്ഞു 10 days എന്നുള്ളത് 7 days ആക്കുമ്പോൾ നമ്മൾ ലേബേഴ്സിനെ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ അവരങ്ങനെ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ എന്താണ്, അതിൻ്റെ കോസ്റ്റ്, ലേബർ കോസ്റ്റ് കൂടുകയല്ലേ ചെയ്യുക. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇതിൻ്റെ ടൈം പീരീഡ് റെഡ്യൂസ് ചെയ്യുമ്പം, പ്രൊജക്റ്റിൻ്റെ ടൈം പീരീഡ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതെന്നോട് പറയുന്നത്, ഡ്യൂറേഷൻ ഈസ് മെയ്ഡ് ലാർജർ, കോസ്റ്റ് വിൽ ബി റിഡ്യൂസ്. ഓൺ ദ അതർ ഹാൻഡ്, റെഡ്യൂസിങ് ദ പ്രൊജക്ട് ഡ്യൂറേഷൻ വുഡ് ഇൻക്രീസ് ദ കോസ്റ്റ്. പ്രൊജക്ട് ഡ്യൂറേഷൻ കുറക്കുക എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൂടും. ഒപ്റ്റിമം ഡ്യൂറേഷൻ ഈസ് വൺ വിച്ച് ഗിവ്സ് ദ മോസ്റ്റ് എക്കണോമിക്കൽ കോസ്റ്റ് ഫോർ കംപ്ലീറ്റിംഗ് ദ പ്രൊജക്റ്റ്. അപ്പോൾ ഒരു ഒപ്റ്റിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്, ഒരു പ്രൊജക്റ്റിൻ്റെ ഒപ്റ്റിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ മോസ്റ്റ് എക്കണോമിക്കൽ ആയിട്ടുള്ള കോസ്റ്റിനുള്ളിൽ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അതായത് മോസ്റ്റ് എക്കണോമിക്കൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതായത് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിനുള്ളിൽ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിനുള്ളിൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഏത് ഡ്യൂറേഷനാണ്, എത്ര ഡേയ്സ് കൊണ്ട് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം, ആ ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷനെ പറയുന്ന പേരാണ് ഒപ്റ്റിമം ഡ്യൂറേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒപ്റ്റിമം ഡ്യൂറേഷനും ഒപ്റ്റിമം കോസ്റ്റും മോസ്റ്റ് എക്കണോമിക്കൽ കോസ്റ്റും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം, പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് എന്തൊക്കെയാണ് നമുക്കിത് നോക്കാം. ഓക്കെ, പ്രൊജക്റ്റ് കോസ്റ്റ്. Project cost is the sum of two separate costs. First one is a direct cost for completing the work, and second one is indirect for related to the control or duration of that work. Project cost എന്ന് പറയുന്നത് ഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്. രണ്ടിൻ്റെ സമ്മാണ് പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡയറക്റ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്റ്റ് കോസ്റ്റ് ആർ ദോസ് എക്സ്പെൻഡിച്ചർ വിച്ച് ആർ ഡയറക്ട്ലി chargeable to and can be identified specifically with the activities. അതായത് ഡയറക്റ്റ്ലി നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്കിന് നമ്മൾ ഡയറക്റ്റ്ലി എന്താണ് അതിന് യൂസ് ചെയ്യുന്ന അതിൻ്റെ എക്സ്പെൻഡിച്ചർ എത്രയാണ്, ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിനാണ് അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ലേബറിൻ്റെ കോസ്റ്റ്, അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ്, എക്യുപ്മെൻറ്റ് കോസ്റ്റ്, അതൊക്കെയാണ് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റിനകത്ത് വരുന്നത്. അപ്പം ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡ്യൂറേഷൻ കൂടുമ്പോൾ അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ് കർവും ഡ്യൂറേഷൻ നമ്മൾ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് കോസ്റ്റ് വൈ ആക്സിലും ഡ്യൂറേഷൻ എക്സ് ആക്സിലും ആണെങ്കിൽ ഇതൊരു ഫോളിങ് കർവായിരിക്കും ഉണ്ടാവുക. അതായത് ഡ്യൂറേഷൻ കൂടുന്നതിനനുസരിച്ച്, ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യുമ്പം ഡയറക്റ്റ് കോസ്റ്റ് എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്ത് വരുന്നു. ഓക്കെ, അതായത് നമ്മൾ ഡ്യൂറേഷൻ കുറക്കുകയാണെങ്കിൽ കുറേ മെറ്റീരിയൽസ് നമുക്ക് അറ്റ് എ ടൈമിൽ ആവശ്യമായിരിക്കും. അതുപോലെ തന്നെ ലേബറിൻ്റെ കോസ്റ്റ് ഡ്യൂറേഷൻ കുറക്കുമ്പോൾ ലേബർ ഓവർ ടൈം വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ കുറേ എക്സ്ട്രാ ലേബേഴ്സിന് യൂസ് ചെയ്യണം. അങ്ങനെ വരുമ്പം അതിൻ്റെ കോസ്റ്റ് എന്താ ചെയ്യുക, ഡ്യൂറേഷൻ കുറക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് കൂടും. അതാണ് പറയുന്നത്. ഡ്യൂറേഷൻ കൂടുമ്പോൾ കോസ്റ്റ് ഒന്നുകിൽ ഫോളോ ചെയ്ത് വരും, കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ഡ്യൂറേഷൻ കുറക്കുകയാണെങ്കിൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതാണ് ടോട്ടൽ കോസ്റ്റും ഡ്യൂറേഷനും തമ്മിലുള്ള റിലേഷൻ. ടോട്ടൽ കോസ്റ്റിലെ ഡയറക്റ്റ് കോസ്റ്റ്. ഇനി അടുത്തത് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ കൺസ്ട്രക്ഷൻ വർക്കിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യാതെ, അതായത് മെറ്റീരിയൽസോ ലേബറോ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ വരിക, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഓവർ ഹെഡ് കോസ്റ്റ്, അല്ലെങ്കിൽ സൂപ്പർവിഷൻ കോസ്റ്റ്, എന്തെങ്കിലും ലേറ്റായിട്ട് അതിന് പെനാൽറ്റി അടക്കുക, അങ്ങനെ പെനാൽറ്റി കൊണ്ടുണ്ടാകുന്ന കോസ്റ്റ്, പെനാൽറ്റി അടക്കാൻ വേണ്ട കോസ്റ്റ്, പിന്നെ പ്രോഫിറ്റ് ലോസ് ഉണ്ടാകുമ്പോണ്ടാകുന്ന കോസ്റ്റ്. അങ്ങനെ ഇൻഡയറക്റ്റ്ലി നമ്മളെ പ്രൊജക്റ്റിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റിനാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്.
Indirect costs on a project are those expenditure which cannot be directly associated into individual activities of the project but are assessed as a whole. അതായത് ഒരു പ്രൊജക്റ്റിൻ്റെ കൺസ്ട്രക്ഷൻ, ഒരു പ്രൊജക്റ്റിൻ്റെ വർക്കിന് ഇൻഡിവിജ്വലി നമുക്ക് ആ ഒരു വർക്കിൻ്റെ കോസ്റ്റിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്താണ് ഇൻഡയറക്റ്റ്ലി അതിനെ പ്രൊജക്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കോസ്റ്റ്, അതാണ് അതിൻ്റെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇൻഡ്യൂസ് എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ടു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ്, ഓവർഹെഡ് സൂപ്പർവിഷൻ, എക്സ്പെൻഡിച്ചർ ഓൺ എ സെൻട്രൽ സ്റ്റോർ ഓർഗനൈസേഷൻ, ലോസ് ഓഫ് റവന്യൂ, ലോസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് പെനാൽറ്റി. അതൊക്കെയാണ് അതിൻ്റെ ഇൻഡയറക്റ്റ് കോസ്റ്റിൽ വരുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് കോസ്റ്റും അതിൻ്റെ ഡ്യൂറേഷനും നമ്മളെ റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. ഇൻഡയറക്റ്റ് കോസ്റ്റ് റൈസസ് വിത്ത് ഇൻക്രീസിങ് ഡ്യൂറേഷൻ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഇൻഡയറക്റ്റ് കോസ്റ്റ് കൂടും. അതായത് ഒരു പ്രൊജക്റ്റിൻ്റെ പിന്നെന്താണ് കംപ്ലീഷൻ ടൈം കൂടിക്കഴിഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ കൂടുമ്പോൾ അതിൻ്റെ ഇൻഡയറക്റ്റ് കോസ്റ്റും ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ടൈം ഈസ് പ്ലോട്ടഡ് ആസ് എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ഈക്വൽ ടു ഡെയിലി ഓവർഹെഡ്. But when there is a loss in profit due to inability to meet demand or some penalty due to delay, a corresponding cost increase must be added to the cost overhead. Such loss is known as outage loss. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോളിങ് കർവാണ് ഉണ്ടായത്. എന്നാലും നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒരു ഇൻക്രീസിങ് കർവായിരിക്കും. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഡയറക്റ്റ്ലി അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ കോസ്റ്റ്. അപ്പോൾ ഡ്യൂറേഷൻ കൂടുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വർക്കിൻ്റെ സൂപ്പർവിഷൻ ചാർജ് നമ്മൾ ചിന്തിച്ച് പോകുമ്പോൾ സൂപ്പർവിഷൻ ചാർജ് കൂടുകയോ ചെയ്യുക. കുറേ ഡേയ്സ് വരുമ്പോൾ ഓരോ ഡേയ്സും സൂപ്പർവൈസ് ചെയ്യേണ്ട ഇതിൻ്റെ ചാർജ് നമ്മൾ കൊടുക്കണം അല്ലേ. അതുപോലെ തന്നെ ഡേയ്സ് കൂടിക്കഴിഞ്ഞാൽ എന്താണ്, അതിന് ലോസസ് ഉണ്ടെങ്കിൽ അതിനെ കൊടുക്കണം. പിന്നെ എന്തെങ്കിലും നമ്മൾ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ടൈം പീരീഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെനാൽറ്റി കൊടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുക. ഡ്യൂറേഷൻ കൂടുമ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അത് സ്ട്രെയിറ്റ് ലൈൻ വേരിയേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മുടെ ലോസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നതിന് നമ്മൾ ലോസ് ഓഫ് പ്രോഫിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഔട്ടേജസ് ലോസ് എന്നാണ് നമ്മളതിനെ പറയുക. ഈ ഔട്ടേജസ് ലോസും ഇൻക്രീസിങ് കർവായിരിക്കും, പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, ഒരു കർവ് വേരിയേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ടോട്ടൽ ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിനെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനും അതുപോലെ തന്നെ ഈ ഒരു കർവ് വേരിയേഷനാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നതും ഒരു ഇൻക്രീസിങ് തന്നെ, പക്ഷെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, ഒരു കർവ്ഡ് പാത്തായിരിക്കും കാണിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. ബട്ട് ദർ ഈസ് എ ലോസ് ഇൻ പ്രോഫിറ്റ് ഡ്യൂ ടു ഇൻഎബിലിറ്റി ടു മീറ്റ് ഡിമാൻഡ് ആർ സം പെനാൽറ്റി ഡ്യൂ ടു ഡിലേ ഇൻ കറസ്പോണ്ടിങ് കോസ്റ്റ്. അതായത് കറസ്പോണ്ടിങ് പ്രൊജക്റ്റിൽ നിന്നും ഡിലേ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ കൊടുക്കുന്ന കോസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഏതിലാണ് വരുന്നത്, ഔട്ടേജ് ലോസിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഔട്ടേജ് ലോസസ് എന്നാണ് അതിനെ പ്രത്യേകം നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഔട്ടേജ് ലോസിൻ്റെ അകത്ത് ഔട്ടേജ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞൊരു കർവായിരിക്കും ഉണ്ടാവുക, ഒരു കർവായിട്ടുള്ളൊരു ഇൻക്രീസിങ് കർവായിരിക്കും അത് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിക്രീസിങ്, ഒരു ഫാളിങ് കർവും, ഇൻഡയറക്റ്റ് കോസ്റ്റിൻ്റെ അകത്ത് ഒരു സ്ട്രെയിറ്റ് ലൈനും ഉണ്ട്, കോൺസ്റ്റൻറ്റ് റേറ്റ് ഓഫ് പ്രൈസിലുള്ളൊരു സ്ട്രെയിറ്റ് ലൈനും ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്തൊരു എന്താണ്, ഒരു ഇൻക്രീസിങ് ഒരു കർവും ഉണ്ട്. ഓക്കെ, ഒരു ഔട്ടേജ് ലോസാണിത്, ഔട്ടേജ് ലോസും ഇതതിൻ്റെ ഓവർഹെഡ് ലോസ് എന്നും പറയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻഡയറക്റ്റ് കർവും ഈ ഡയറക്റ്റ് കർവും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ കർവ് എന്ന് പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നതും ഒരു സ്ട്രെയിറ്റ് ലൈൻ കർവ് തന്നെയായിരിക്കും ടോട്ടൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റും അതിൻ്റെ ഒപ്റ്റിമം ഡ്യൂറേഷൻ എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. ഒരു പ്രൊജക്റ്റിൻ്റെ ഒപ്റ്റിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മിനിമം ടൈം പീരീഡിനാണ് നമ്മൾ ഒപ്റ്റിമം എന്ന് പറയുന്നത്. അതായത് മിനിമം എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ എന്താണ് പറയുക, നമ്മുടെ കോസ്റ്റ്, എക്കണോമിക്കൽ കോസ്റ്റ് ആവുന്ന കോസ്റ്റ് മിനിമം ആവുന്ന ടൈം പീരീഡിനെയാണ് നമ്മളതിൻ്റെ ഒപ്റ്റിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ടോട്ടൽ, ഇവിടെ ഇപ്പം ഇതൊരു ഡയറക്റ്റ് കർവാണ്, ഇത് ഇൻഡയറക്റ്റ് കർവ്. ഇൻഡയറക്റ്റ് കർവ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിരുന്നു, പക്ഷെ അതിനകത്ത് ഔട്ടേജ് ലോസ് കൂടി ആഡ് ചെയ്തപ്പോൾ അത്
അതും കർവ്ഡായി. അപ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റ് കർവും ഒരു കർവ്ഡ് ലൈനായിരിക്കും ടോട്ടൽ കോസ്റ്റ് കർവും കിട്ടുന്നത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഡയറക്റ്റ് കർവും ഉണ്ട്, ഡയറക്റ്റ് കർവും ഉണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് കർവും ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഒപ്റ്റിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ ടോട്ടൽ കോസ്റ്റ് കർവിൻ്റെ അകത്ത് ഡ്യൂറേഷൻ, ടോട്ടൽ കോസ്റ്റ് കർവിൽ കോസ്റ്റ് ഏറ്റവും മിനിമം വരുന്ന പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ ഒപ്റ്റിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റ് കർവിൻ്റെ അകത്ത് ഇതിൻ്റെ ലോ കോസ്റ്റ് ഏറ്റവും മിനിമം എന്ന് പറഞ്ഞാൽ ഈ ബോട്ടം പോയിന്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റിനെ മിനിമം കോസ്റ്റും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം പീരീഡിനെ നമ്മൾ ഒപ്റ്റിമം ഡ്യൂറേഷൻ എന്ന് പറയും. അപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റിൻ്റെ ഒപ്റ്റിമം ഡ്യൂറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്ന് പറയുന്നത്, നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് ആ ടോട്ടൽ കോസ്റ്റ് കർവ് പ്ലോട്ട് ചെയ്യുക. ദെൻ ആ ഓരോ ടൈം പീരീഡിലുള്ള ടോട്ടൽ കോസ്റ്റ് കർവ് പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് ആ ടോട്ടൽ കോസ്റ്റ് കർവിൻ്റെ അകത്ത് ടോട്ടൽ കോസ്റ്റ് എപ്പോഴാണോ മിനിമം ആവുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യൂറേഷൻ ആയിരിക്കും അതിൻ്റെ ഒപ്റ്റിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ, അതിൻ്റെ ഒപ്റ്റിമം ഡ്യൂറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ. മിനിമം ടോട്ടൽ കോസ്റ്റ് ഈസ് ഒബ്റ്റൈൻഡ് അറ്റ് സം ഡ്യൂറേഷൻ നോൺ ആസ് ഒപ്റ്റിമം ഡ്യൂറേഷൻ. ദ കറസ്പോണ്ടിങ് കോസ്റ്റ് ഈസ് കോൾഡ് ഒപ്റ്റിമം കോസ്റ്റ്. ഓക്കെ, മിനിമം കോസ്റ്റ് ഓർ ഒപ്റ്റിമം കോസ്റ്റ്. ഇനി നമുക്ക് ഈ ഡയറക്റ്റ് കോസ്റ്റ് കർവിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് കർവ് ഞാൻ പറഞ്ഞൊരു കർവായിരിക്കും. ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റിനും ടോട്ടൽ കോസ്റ്റിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് ഡിക്രീസിങ് കർവായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡയറക്റ്റ് കോസ്റ്റ് കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് കോസ്റ്റ് is generally a curve. However, this curve can be approximated by straight line, one or more straight line depending on the ഫ്ലാറ്റ്നെസ് ഓഫ് ദി കർവ്. ഈ കർവിൻ്റെ ഫ്ലാറ്റ്നെസ്സിനനുസരിച്ച് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനോ അല്ലെങ്കിൽ രണ്ട് സ്ട്രെയിറ്റ് ലൈനോ ആയിട്ട് നമുക്കതിനെ അപ്രോക്സിമേറ്റ് ചെയ്യാം. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ അപ്രോക്സിമേഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറഞ്ഞൊരു ടേം കണ്ടുപിടിക്കാനുണ്ട്. അങ്ങനെ ആ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ് കർവിനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ അപ്രോക്സിമേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ആ കോസ്റ്റ് സ്ലോപ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ, കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഡയറക്റ്റ് കോസ്റ്റ് കർവ്. ഈ ഡയറക്റ്റ് കോസ്റ്റ് കർവിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റ്, അതായത് ഏറ്റവും ടോപ്പ് പോയിന്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇവിടെ എക്സ് ആക്സിൽ ഡ്യൂറേഷനും വൈ ആക്സിൽ കോസ്റ്റും ആണ് കാണിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് എക്സ് ആക്സിൽ ഡ്യൂറേഷനും വൈ ആക്സിൽ കോസ്റ്റും. അപ്പോൾ ഏറ്റവും ടോപ്പ് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ടോപ്പ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ഡ്യൂറേഷനുള്ള പോയിൻ്റാണ്. ടോപ്പ് പോയിന്റിനെ വൈ ആക്സിലേക്ക് നമുക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ഡ്യൂറേഷൻ കിട്ടും, ഇവിടെയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഡ്യൂറേഷൻ കിട്ടും. അപ്പോൾ ഈ ഏറ്റവും ലോവസ്റ്റ് ഡ്യൂറേഷൻ പോയിൻ്റ് ആയതുകൊണ്ട് നമ്മളതിൻ്റെ ക്രാഷ് പോയിൻ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഏറ്റവും ലോവസ്റ്റ് ഡ്യൂറേഷൻ ഏറ്റവും മിനിമം ഡ്യൂറേഷനായുള്ള പോയിന്റിനെ നമ്മൾ ക്രാഷിംഗ് പോയിന്റ് എന്ന് വിളിക്കും. ഇതതിൻ്റെ നോർമൽ പോയിന്റ്, അതായത് നോർമൽ ഡ്യൂറേഷൻ, ആ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റീൻ്റെ നോർമൽ ഡ്യൂറേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ക്രാഷ് പോയിൻറ്റും ഇത് നോർമൽ പോയിൻറ്റും. ക്രാഷ് പോയിൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യൂറേഷനെ ക്രാഷിംഗ് ഡ്യൂറേഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റിനെ ക്രാഷ് കോസ്റ്റ് എന്ന് വിളിക്കാം. ഇനി നോർമൽ പോയിൻ്റ് ആണെങ്കിൽ എന്താണ്, നോർമൽ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ക്രാഷിംഗ് ഒന്നും ചെയ്യാണ്ട് ഒരു ആക്ടിവിറ്റീൻ്റെ നോർമലി ഉള്ളതിൻ്റെ പൊസിഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ നോർമൽ പോയിൻ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റിനെ നോർമൽ കോസ്റ്റ് എന്നും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യൂറേഷനെ നോർമൽ ഡ്യൂറേഷൻ നമുക്ക് വിളിക്കാം. ഇനി എന്താണ് നോർമൽ കോസ്റ്റ്, നോർമൽ ഡ്യൂറേഷൻ, അത് ക്രാഷ് കോസ്റ്റ്, ക്രാഷ് ഡ്യൂറേഷൻ എന്താണെന്ന് നോക്കാം. നോർമൽ ഡ്യൂറേഷൻ ഓർ നോർമൽ ടൈം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നോർമൽ ടൈം ഈസ് ദ സ്റ്റാൻഡേർഡ് ടൈം ദാറ്റ് ആൻ എസ്റ്റിമേഷൻ വുഡ് ഫോളോ allow for an activity. അതായത് നോർമൽ ടൈം ഈസ് ദ സ്റ്റാൻഡേർഡ് ടൈം ദാറ്റ് എൻ എസ്റ്റിമേഷൻ വുഡ് അലോ ഫോർ എൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റീൻ്റെ പിന്നെന്താണ് എസ്റ്റിമേഷൻ ടൈം, നോർമലി അതിൻ്റെ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോർമലി അതിനാവശ്യമായിട്ടുള്ള ടൈം, അതാണ് നോർമൽ ടൈം എന്ന് പറയുന്നത്. ഇനി ക്രാഷ് ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യുക. അങ്ങനെ ആക്ടിവിറ്റീൻ്റെ ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്തിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഡ്യൂറേഷനാണ് അതിൻ്റെ ക്രാഷ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ക്രാഷ് ടൈം ഈസ് ദ മിനിമം പോസിബിൾ ടൈം ഇൻ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി കംപ്ലീറ്റ് ബൈ എംപ്ലോയിങ് എക്സ്ട്രാ റിസോഴ്സസ് കൊടുത്തിട്ട് നമുക്ക് ആ ആക്ടിവിറ്റിനെ എത്ര മിനിമം ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതാണ് അതിൻ്റെ എന്ത് പറയുന്നത്, ക്രാഷ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്രാഷ് ടൈം ഈസ് ദ ടൈം ബിയോണ്ട് വിച്ച് ദ ആക്ടിവിറ്റി കനോട്ട് ബി ഷോർട്ടൺ
ബൈ എനി എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഇൻ റിസോഴ്സ്. അപ്പം നമുക്ക് ക്രാഷ് ഡ്യൂറേഷന് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മിനിമം ഡ്യൂറേഷൻ എത്തിക്കഴിഞ്ഞാൽ അതിന് അതായത് വീണ്ടും നമ്മൾ റിസോഴ്സസ് എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റിൻ്റെ ടൈം പീരീഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടൈം അതിനാണ് നമ്മൾ പറയുന്നത് ക്രാഷ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്രാഷ് ഡ്യൂറേഷൻ ഇസ് ദ മിനിമം പോസിബിൾ ടൈം ഇൻ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ എംപ്ലോയിങ് എക്സ്ട്രാ റിസോഴ്സസ്. മിനിമം പോസിബിൾ ടൈം ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ ആക്ടിവിറ്റി, അതാണ് ക്രാഷ് ടൈം. ഇനി നോർമൽ കോസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ദ ഡയറക്റ്റ് കോസ്റ്റ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി ഇൻ നോർമൽ ഡ്യൂറേഷൻ. നോർമൽ ഡ്യൂറേഷൻ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡയറക്റ്റ് കോസ്റ്റ് ആണ് അതിൻ്റെ നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രാഷ് കോസ്റ്റ് ആണെങ്കിൽ ദിസ് ഈസ് ദ ഡയറക്റ്റ് കോസ്റ്റ് കറസ്പോണ്ടിങ് ടു ദ കംപ്ലീഷൻ ഓഫ് എ ആക്ടിവിറ്റി വിത്തിൻ ക്രാഷ് ടൈം. ക്രാഷ് ടൈമിനുള്ളിൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡയറക്റ്റ് കോസ്റ്റ്, അതാണ് ക്രാഷ് കോസ്റ്റ്. അപ്പോൾ ഈ ക്രാഷ് കോസ്റ്റും ക്രാഷ് ടൈമും നോർമൽ കോസ്റ്റും നോർമൽ ടൈമും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡയറക്റ്റ് കോസ്റ്റ് കർവിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. കോസ്റ്റ് സ്ലോപ്പ് ഈസ് ദ സ്ലോപ്പ് ഓഫ് എന്താണ് കോസ്റ്റ് സ്ലോപ്പ് എന്ന് വെച്ചാൽ ആദ്യം പറയാം. കോസ്റ്റ് സ്ലോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡയറക്റ്റ് കോസ്റ്റ് കർവിൻ്റെ സ്ലോപ്പിനെയാണ് ഡയറക്റ്റ് കോസ്റ്റ് കർവിനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത ആ ഡയറക്റ്റ് കോസ്റ്റ് കർവിൻ്റെ സ്ലോപ്പിനെ പറയുന്ന പേരാണ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെയായിരുന്നു ഉണ്ടായത്, നമ്മളതിനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു. ആ സ്ട്രെയിറ്റ് ലൈനായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത ഡയറക്റ്റ് കോസ്റ്റ് കർവിൻ്റെ സ്ലോപ്പ്, അതിൻ്റെ സ്ലോപ്പ് dy/dx, അതിനെയാണ് നമ്മൾ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോസ്റ്റ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ഡ്യൂറേഷൻ മൈനസ് ക്രാഷ് ഡ്യൂറേഷൻ. കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് CS എന്ന് പറയുന്നത് ക്രാഷ് കോസ്റ്റ് മൈനസ് ക്രാഷ് നോർമൽ കോസ്റ്റ്. ആദ്യം കോസ്റ്റ് ആണ്, ഡിവൈഡഡ് ബൈ നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇതാണ് നമ്മുടെ കോസ്റ്റ് സ്ലോപ്പ് കർവ് അല്ലേ. അപ്പോൾ അത് നമ്മളിതിനെ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു. അതിൻ്റെ സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? dy/dx. ഇത് dxും ഇത് dyയും അല്ലേ. അപ്പോൾ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ dy/dx ആണ്. dy/dx എന്ന് വെച്ചാൽ എന്താണ്? dy എന്ന് പറയുമ്പോൾ ക്രാഷ് കോസ്റ്റ് അല്ലേ. ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എന്താണ് വരുന്നത്? കോസ്റ്റ് ആണിത്, ΔC ഡിവൈഡ് ബൈ ΔT എന്ന് പറയും. അപ്പോൾ ക്രാഷ് കോസ്റ്റ് ബൈ നോർമൽ കോസ്റ്റ് ഡിവൈഡ് ബൈ എന്താണ് വരിക? നോർമൽ ടൈം മൈനസ് ക്രാഷ് ടൈം. അതാണ് അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എന്താണ്? ഡിവൈഡഡ് ബൈ ക്രാഷ് നോർമൽ ഡ്യൂറേഷൻ മൈനസ് എന്താണ്? ക്രാഷ് ഡ്യൂറേഷൻ. അതാണ് കോസ്റ്റ് സ്ലോപ്പ്. ഈ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ കോസ്റ്റ് സ്ലോപ്പിൻ്റെ വാല്യൂവിനെ ബേസ് ആയിട്ടാണ് നമ്മൾ ഒരു പ്രൊജക്റ്റിൻ്റെ ക്രാഷിങ് നമ്മൾ ചെയ്തത്. ഏറ്റവും കോസ്റ്റ് സ്ലോപ്പ് കുറഞ്ഞ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ആദ്യം ക്രാഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ആക്ടിവിറ്റീൻ്റെ ക്രാഷിങ് പ്രോസസ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ കോസ്റ്റ് അനാലിസിസിന്, ക്രാഷിങ് ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് അനാലിസിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കണം. കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ് കർവിനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കുന്നതാണ് എന്താണ് കോസ്റ്റ് കർവ് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം പഠിക്കുക, അതിൻ്റെ ഓരോ ടേംസ് എന്താണെന്നുള്ളത് പഠിക്കാം. ഇത് കോസ്റ്റ് സ്ലോപ്പ് എന്താണെന്ന് എഴുതുക, എന്നിട്ട് അതിന് ഇക്വേഷൻ ആയിട്ട് വെക്കാം. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിനെ ക്രാഷിങ് ചെയ്യുക, ആ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നുള്ള കാര്യം കൂടി നോക്കാം. ദെൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കുക. നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചിട്ട് അതിനുശേഷം ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ഡ്യൂറേഷൻ അതിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഓരോന്നിൻ്റെയും ഏർലിയസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈം കണ്ടുപിടിക്കുക. ദെൻ അതിൻ്റെ ഫ്രീ ഫ്ലോട്ടും ഓരോ ആക്ടിവിറ്റീസിൻ്റെ ഫ്രീ ഫ്ലോട്ട് കണ്ടുപിടിക്കുക. അതിനുശേഷം ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു നെറ്റ്വർക്കിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുക. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ അതിൻ്റെ കോസ്റ്റ് പ്രൊജക്റ്റിൻ്റെ
കംപ്ലീഷൻ ടൈം കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മൾ മെയിൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കോസ്റ്റ് സ്ലോപ്പ്, ഓരോ ആക്ടിവിറ്റീൻ്റെയും കോസ്റ്റ് സ്ലോപ്പ് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ട് ഓരോ ആക്ടിവിറ്റീൻ്റെയും കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ് ഏത് ആക്ടിവിറ്റിക്കാണോ ഉള്ളത് ആ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റീനെ നമ്മൾ ആദ്യം ക്രാഷ് ചെയ്യുക. അതിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്യിക്കുക. അതിൻ്റെ ഫ്രീ ഫ്ലോട്ട് ലിമിറ്റിനുള്ളിൽ നമ്മൾ അതിൻ്റെ ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യിക്കുക. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. അങ്ങനെ അതിനുശേഷം പിന്നെ നെക്സ്റ്റ് ആക്ടിവിറ്റി, അടുത്ത ആക്ടിവിറ്റി എത്രയാണ് നോക്കുക. ആ ആക്ടിവിറ്റീൻ്റെ നമ്മൾ ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യുക. കോസ്റ്റ് സ്ലോപ്പ് കുറഞ്ഞ ആക്ടിവിറ്റീൻ്റെ ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യുക. then അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യുക, അതായത് ക്രാഷ് ചെയ്യുക. ക്രാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക അല്ലേ. എത്രയാണ് ക്രാഷ് ചെയ്തിട്ട് അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ള കാര്യം നോക്കും. ഓക്കെ, ക്രാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഏത് ഡ്യൂറേഷനിൽ എത്തുമ്പോഴാണ് അതിൻ്റെ മിനിമം കോസ്റ്റ്, അതിൻ്റെ ഒപ്റ്റിമം ഡ്യൂറേഷൻ നമുക്ക് ഏത് പോയിന്റിലാണ് ഒബ്റ്റെയിൻ ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കാം. അങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ ഒപ്റ്റിമം ഡ്യൂറേഷനും അതിൻ്റെ കോസ്റ്റും കണ്ടുപിടിക്കാനാണ് പ്രൊജക്റ്റ് ക്രാഷിങ്ങിനകത്ത് നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അതൊരു ഗ്രാഫിക്കലി നമ്മൾ വരച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്തൊരു ഫസ്റ്റ് ഒരു സിമ്പിൾ പ്രോബ്ലം ഉണ്ട്, അതുകൂടി നോക്കാൻ തോന്നുന്നു തന്നെ. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. ടേബിൾ ഗിവ്സ് ഇൻഫർമേഷൻ അബൌട്ട് വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ഓരോ ആക്ടിവിറ്റീസിൻ്റെ നോർമൽ ഡ്യൂറേഷനും നോർമൽ കോസ്റ്റും ക്രാഷ് ഡ്യൂറേഷനും ക്രാഷ് കോസ്റ്റും തന്നിട്ടുണ്ട് ഓരോ ആക്ടിവിറ്റീസിന്. ചെറിയൊരു സിമ്പിൾ നെറ്റ്വർക്കാണ്. 1 to 2, 2 to 3 എന്ന് പറഞ്ഞാൽ 2 ആക്ടിവിറ്റി മാത്രമുള്ള ഒരു നെറ്റ്വർക്ക് ഡയഗ്രാമാണ്. അതിൻ്റെ നോർമൽ ഡ്യൂറേഷനും നോർമൽ കോസ്റ്റും ക്രാഷ് ഡ്യൂറേഷനും ക്രാഷ് കോസ്റ്റുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ക്രാഷിങ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ദ പ്രൊജക്റ്റ് ഓവർ ഹെഡ് ആർ അറ്റ് 300 പെർ ഡേ. 300 ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറഞ്ഞത്. ഡിറ്റർമൈൻ ഡയറക്റ്റ് കോസ്റ്റ് ഡ്യൂറേഷൻ റിലേഷൻഷിപ്പ്, ടോട്ടൽ കോസ്റ്റ് ഡ്യൂറേഷൻ റിലേഷൻഷിപ്പ് ആൻഡ് കറസ്പോണ്ടിങ് ലീസ്റ്റ് കോസ്റ്റ് പ്ലാൻ. അതായത് ഡയറക്റ്റ് കോസ്റ്റ് ഡ്യൂറേഷൻ റിലേഷൻഷിപ്പും അതിൻ്റെ ടോട്ടൽ കോസ്റ്റും കണ്ടുപിടിക്കുക. എന്നിട്ട് ലീസ്റ്റ് കോസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒപ്റ്റിമം കോസ്റ്റും ഒപ്റ്റിമം ഡ്യൂറേഷനും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ആദ്യം നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ ഇവൻറ്റിൻ്റെ ഡ്യൂറേഷൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് ടിയും ടി എല്ലും കണ്ടുപിടിക്കുക. ക്രിട്ടിക്കൽ പാത്ത് കാണാൻ വേണ്ടി ഇവിടെ അങ്ങനെയൊന്നും വേണ്ട, സിമ്പിളാണ്. 2 ആക്ടിവിറ്റീസിനെ ജോയിൻ ചെയ്യുന്ന നെറ്റ്വർക്കാണ്. സോ അത് വരയ്ക്കുക. പിന്നെ ഓരോ ഇവൻറ്റിൻ്റെ ടി വാല്യൂസ് കണ്ടുപിടിക്കുക. ടി ഫസ്റ്റ് ഇവൻറ്റിന് T0, സെക്കൻഡ് ഇവൻറ്റ് ടി എന്ത് വരും, അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നോർമൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റീൻ്റെ ടി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് 5 ആണ് 2 to 3ൻ്റെ ടി എന്ന് പറയുന്നത്. അപ്പോൾ 2 to 3ൻ്റെ ടി 5. ഓക്കെ, അങ്ങനെ മാർക്ക് ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ T0, അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ 9 ആണെങ്കിൽ അതിൻ്റെ ടി എന്ത് വരും, 0 + 9. സെക്കൻഡ് ഇവൻറ്റിന് 9 വരും. അടുത്തത് 9 + 5 എന്ത് വരും, 14 വരും. ഇനി ബ്രാക്കറ്റിൽ 6 എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്രാഷ് ഡ്യൂറേഷൻ. അതായത് നമുക്ക് 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് നമുക്ക് 6 days ആയിട്ട് ക്രാഷ് ചെയ്യണം. 6 days ആയിട്ട് ക്രാഷ് ചെയ്യണം. അതുപോലെ 2 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റിനെ നമുക്ക് 3 days ആയിട്ട് ക്രാഷ് ചെയ്യണം. അങ്ങനെ അതിനെ 6 daysഉം 3 daysഉം ആയിട്ട് ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റിൽ എന്താണ് ചേഞ്ച് ഉണ്ടാകുന്നത്, എന്താണ് അതിൻ്റെ കോസ്റ്റും ഡ്യൂറേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ല ഒപ്റ്റിമം കോസ്റ്റ് എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു. അതിന് നോർമൽ ഡ്യൂറേഷനും ഓരോ ആക്ടിവിറ്റിൻ്റെ നോർമൽ ഡ്യൂറേഷനും അതിൻ്റെ ക്രാഷ് ഡ്യൂറേഷനും മാർക്ക് ചെയ്തു. ദെൻ നമുക്കതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസിൻ്റെയും കോസ്റ്റ് സ്ലോപ്പ്. അപ്പോൾ ഫസ്റ്റത്തെ ആക്ടിവിറ്റി 1 to 2 കോസ്റ്റ് സ്ലോപ്പ് എന്ന് വെച്ചാൽ ΔC/ΔT ആണ്. ΔC എന്ന് വെച്ചാൽ അതിൻ്റെ എന്താണ് പിന്നെ കോസ്റ്റിൻ്റെ ഡിഫറൻസ്, അതായത് അതിൻ്റെ ക്രാഷ് കോസ്റ്റ് മൈനസ് അതിൻ്റെ നോർമൽ കോസ്റ്റ്. ΔT ആണെങ്കിൽ നോർമൽ ഡ്യൂറേഷൻ മൈനസ് അതിൻ്റെ ക്രാഷ് ഡ്യൂറേഷൻ. അപ്പോൾ ക്രാഷ് കോസ്റ്റ് എത്രയാണ്, അതിൻ്റെ നോർമൽ കോസ്റ്റ് എത്രയാണെന്നുള്ള കാര്യം ഇതിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ആക്ടിവിറ്റിൻ്റെ നോർമൽ ഡ്യൂറേഷൻ നോർമൽ കോസ്റ്റ് 80,000ഉം 8,000 ആണ്. അതിൻ്റെ ക്രാഷ് കോസ്റ്റ് 9,500 ആണ്. സോ അതിൻ്റെ ΔC എന്ന് പറയുമ്പോൾ 9,500 മൈനസ് 8,000 വരും. 9,500 മൈനസ് 8,000 ഡിവൈഡഡ് ബൈ എന്ത് വരും, അതിൻ്റെ ΔT എന്ന് വെച്ചാൽ അതിൻ്റെ ഡ്യൂറേഷൻ. ആക്ടിവിറ്റി 1 to 2ൻ്റെ നോർമൽ ഡ്യൂറേഷൻ മൈനസ് ക്രാഷ് ഡ്യൂറേഷൻ 9 - 6. ഓക്കെ, അതായിരിക്കും അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി 1 to 2ൻ്റെ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ആക്ടിവിറ്റി 1 to 2ൻ്റെ കോസ്റ്റ് സ്ലോപ്പ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 500 കിട്ടും. പിന്നെ ആക്ടിവിറ്റി 2 to 3
ആക്ടിവിറ്റി 2 to 3ൻ്റെ കോസ്റ്റ് സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ കോസ്റ്റ് ക്രാഷ് കോസ്റ്റ് മൈനസ് നോർമൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നോർമൽ ഡ്യൂറേഷൻ മൈനസ് ക്രാഷ് ഡ്യൂറേഷൻ ചെയ്യുമ്പോൾ 250 കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് ആക്ടിവിറ്റിൻ്റെയും കോസ്റ്റ് സ്ലോപ്പ് കിട്ടി. ഓക്കെ, ഇനി നമുക്കതിൻ്റെ നോർമൽ ഡ്യൂറേഷൻ ഡയറക്റ്റ് കോസ്റ്റ് എത്രയാണെന്ന് നോക്കാം. നോർമൽ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ ആയ ആക്ടിവിറ്റിൻ്റെ 9 ആണ് നോർമൽ ടൈം, 1 to 2ൻ്റെ 2 to 3ൻ്റെ ആണ് 5 ആണ്. സോ 9 + 5 14 days ആണ് അതിൻ്റെ നോർമൽ ഡ്യൂറേഷൻ വരുന്നത്. നോർമൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ഓരോ ആക്ടിവിറ്റിനും നോർമൽ കോസ്റ്റ് ആഡ് ചെയ്യുക, അതായത് ഡയറക്റ്റ് കോസ്റ്റ് ആഡ് ചെയ്യുക. 800ഉം 8000ഉം 5000ഉം ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്, നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് 8000ഉം 5000ഉം ആണ്. സോ അത് എന്താണ് 13,000 വരും. അതിൻ്റെ ഡയറക്റ്റ് അല്ലെങ്കിൽ നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് 13,000 വരും. ഇനി നമുക്ക് ക്രാഷ് ചെയ്യണം. ക്രാഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് നേരത്തെ? ഏത് ആക്ടിവിറ്റീനെ ചൂസ് ചെയ്യണം? നമ്മളെ ക്രിട്ടിക്കൽ പാത്തിലെ ആക്ടിവിറ്റിയാണ് ചൂസ് ചെയ്യേണ്ടത്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പാത്തിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല, 2 ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. സോ നമ്മളെ ഏറ്റവും ആക്ടിവിറ്റീൻ്റെ അകത്ത് ഒരു പാത്താണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് വിചാരിക്കാം. ഇനി ആ ക്രിട്ടിക്കൽ പാത്തിൽ ഏത് ആക്ടിവിറ്റിനെ ചൂസ് ചെയ്യണം? ക്രാഷ് ചെയ്യണം ഫസ്റ്റ്. ഇവിടെ 2 ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ആ 2 ആക്ടിവിറ്റിയിലും ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് സ്ലോപ്പുള്ള ആക്ടിവിറ്റി ഏതാ നോക്കുക. ലീസ്റ്റ് കോസ്റ്റ് സ്ലോപ്പുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ ഫസ്റ്റ് ക്രാഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കോസ്റ്റ് സ്ലോപ്പ് ഏറ്റവും കുറഞ്ഞ ആക്ടിവിറ്റി ഏതാണോ അതിനെ നമ്മൾ ഫസ്റ്റ് ക്രാഷ് ചെയ്യണം. ഇവിടെ 2 ആക്ടിവിറ്റി 1 to 2 ഉണ്ട്, 2 to 3 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ 1 to 2ൻ്റെ കോസ്റ്റ് സ്ലോപ്പ് 500ഉം 2 to 3ൻ്റെ 250 ആണ്. നമ്മളിതിൽ ഏതിനെ ആദ്യം ക്രാഷ് ചെയ്യും? കോസ്റ്റ് സ്ലോപ്പ് കുറഞ്ഞ ആക്ടിവിറ്റി. കോസ്റ്റ് സ്ലോപ്പ് കുറഞ്ഞ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ആക്ടിവിറ്റി 2 to 3. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി 2 to 3 എന്ന് പറയുന്ന ഈ ആക്ടിവിറ്റിനെ നമ്മൾ ആദ്യം ക്രാഷ് ചെയ്യും. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ആക്ടിവിറ്റി 2 to 3 ഹാസ് ലീസ്റ്റ് കോസ്റ്റ് സ്ലോപ്പ്. സോ ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് ഫസ്റ്റ്. അതുകൊണ്ട് നമ്മൾ ഈ ആക്ടിവിറ്റിനെ ഫസ്റ്റ് ക്രാഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 to 3 എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ എത്ര ഡേയ്സ് ക്രാഷ് ചെയ്യണം? 2 to 3ൻ്റെ നോർമൽ ഡ്യൂറേഷൻ 5 ആണ്. അതിൻ്റെ ക്രാഷ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 days ആയിട്ട് നമ്മളതിനെ ക്രാഷ് ചെയ്യാണ് വേണ്ടത്. 5 എന്നുള്ളതിനെ നമ്മൾ എന്താക്കണം? 3 ആക്കി മാറ്റണം. 5 എന്നുള്ളതിനെ 3 ആക്കി മാറ്റണം. അപ്പോൾ 5നെ 3 ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എത്ര ഡേ ക്രാഷ് ചെയ്യണം? എത്ര ഡേ കുറക്കണം? അതിന് എത്ര ഡേ ആണ് നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടത്? 2 days അല്ലേ? 5 - 3 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 5നെ 3 daysലേക്ക് ആക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ 2 days ക്രാഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനെ ക്രാഷ് ചെയ്യേണ്ട ഡേയ്സ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. 5നെ 3ലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ 5 - 3 എത്രയാണ്? 2. അപ്പോൾ 5നെ 3ലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ 2 days ആണ് ക്രാഷ് ചെയ്യേണ്ടത്. ഓക്കെ, ആക്ടിവിറ്റി 2 to 3 can be crashed by 2 days. That is 5 - 3 2. Extra cost of crashing activity 2 to 3 by 2 days. അപ്പോൾ 2 to 3നെ നമ്മൾ 3 days ആയിട്ട് ക്രാഷ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ക്രാഷിങ് ചെയ്യുമ്പോൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി 2 to 3നെ 2 days ആയിട്ട് ക്രാഷ് ചെയ്യുമെന്ന് വിചാരിച്ചു. നമ്മളപ്പോൾ അതിൻ്റെ എത്രയാണ് അതിന് 2 days ആയിട്ട് ക്രാഷ് ചെയ്യുമ്പം അതിൻ്റെ കോസ്റ്റ് എത്രയാണ് ഇൻക്രീസ് ആയിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ എത്ര കോസ്റ്റ് ഇൻക്രീസ് ആയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് ഉണ്ടല്ലോ, ആ പർട്ടിക്കുലർ ആക്ടിവിറ്റീൻ്റെ കോസ്റ്റ് സ്ലോപ്പിനെ നമ്മൾ നമ്പർ ഓഫ് ക്രാഷിംഗ് ഡേയ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ക്രാഷബിൾ ഡേയ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്രാഷിംഗ് ഡേയ്സ്, എത്ര ഡേ ആണ് നമ്മളതിനെ ക്രാഷ് ചെയ്യുന്നത്, ആ നമ്പർ ഓഫ് ഡേയ്സിന് ആ പർട്ടിക്കുലർ ആക്ടിവിറ്റീൻ്റെ കോസ്റ്റ് സ്ലോപ്പിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ക്രാഷിംഗ് കൊണ്ട് ഉണ്ടാകുന്ന എക്സ്ട്രാ കോസ്റ്റ് കിട്ടും. ക്രാഷിംഗ് കൊണ്ട് ഉണ്ടാകുന്ന എക്സ്ട്രാ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്ര ഡേ ആണ് നമ്മൾ ക്രാഷ് ചെയ്യുന്നത് അത് ഇൻറ്റു ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റീൻ്റെ കോസ്റ്റ് സ്ലോപ്പ്. ഓക്കെ, നമുക്കതിൻ്റെ ക്രാഷ് കോസ്റ്റ് കിട്ടും, എക്സ്ട്രാ കോസ്റ്റ് ഫോർ ക്രാഷിങ് കിട്ടും. അപ്പം നമ്മളിവിടെ ആക്ടിവിറ്റി 2 to 3നെ നമ്മൾ 2 days ആയിട്ടാണ് ക്രാഷ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ 2 days ആയിട്ട് നമ്മൾ ക്രാഷ് ചെയ്യുമ്പം അതിൻ്റെ എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ക്രാഷിങ് കണ്ടുപിടിക്കണമെങ്കിൽ ആക്ടിവിറ്റി 2 to 3ൻ്റെ കോസ്റ്റ് സ്ലോപ്പ് എത്രയാണ്? ആക്ടിവിറ്റി 2 to 3ൻ്റെ കോസ്റ്റ് സ്ലോപ്പ് 250 അല്ലേ? 250 ഇൻറ്റു അതിൻ്റെ എത്ര ഡേയ്സ് ആണ് ക്രാഷ് ചെയ്യുന്നത്? 2. അപ്പോൾ 250 × 2 എന്ന് പറയുമ്പോൾ 500 ആണ്. നമ്മൾ ആക്ടിവിറ്റി 2 to 3നെ നമ്മൾ 2 days ക്രാഷ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ 500 rupees നമ്മൾ ചിലവഴിക്കണം. അപ്പോൾ എന്ത് കിട്ടി? ആക്ടിവിറ്റി 2 to 3ൻ്റെ എക്സ്ട്രാ കോസ്റ്റ് എത്ര കിട്ടി? 500 കിട്ടി. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ആ 500
എക്സ്ട്രാ കോസ്റ്റാണ്. നമുക്ക് നേരത്തെ കിട്ടിയ നോർമൽ കോസ്റ്റ് എന്ന് പറയുന്നത് 13,000 ആണ്. സോ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്താവും 13,000 + 500 ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 13,500 ആവും. ഓക്കെ, നേരത്തെ നോർമൽ കോസ്റ്റ് 13,000 ആയിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ആക്ടിവിറ്റീനെ 2 ഡേയ്സ് ക്രാഷ് ചെയ്തപ്പോൾ ഒരു 500 രൂപ കൂടി എക്സ്ട്രാ വന്നു. അപ്പോൾ 13,000 + 500 ചെയ്യുമ്പോൾ 13,500 ആണ് ഇപ്പോഴത്തെ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റായി 13,500. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്? ഈ ക്രാഷ് ചെയ്തതിന് ശേഷം എത്രയാണ് പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവുക? നമ്മൾ ആക്ടിവിറ്റി 1 to 2ൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ നമ്മൾ 2 to 3ന് 5 3 ആയി. അപ്പോൾ 3 ഡേയ്സ് ആയിട്ടാണ് 5 3 ഡേയ്സിലേക്ക് നമ്മൾ ക്രാഷ് ചെയ്തു. അപ്പോൾ 9 + 3 12 ഡേയ്സ് ആണ് കിട്ടുന്നത് അതിൻ്റെ ഇപ്പോഴത്തെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി 2 to 3നെ ക്രാഷ് ചെയ്തു. ഇതിന് അടുത്ത ആക്ടിവിറ്റി ഏതാണ്? 1 to 2. 1 to 2നെ ക്രാഷ് ചെയ്യണം. എന്തുകൊണ്ടാണ്? ഇവിടെ ക്രാഷിങ് 6 ആണ് ക്രാഷിങ് ടൈം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 9ൻ്റെ അകത്ത് നമ്മൾ 6ലേക്ക് ക്രാഷ് ചെയ്യണം. 9ന് 6ലേക്ക് ക്രാഷ് ചെയ്യുന്ന പറയുമ്പോൾ 9 - 6 3 ഡേയ്സ് നമ്മളതിനെ ക്രാഷ് ചെയ്യണം ആക്ടിവിറ്റി 1 to 2നെ. അപ്പോൾ ആക്ടിവിറ്റി 1 to 2നെ 3 ഡേയ്സ് ക്രാഷ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആക്ടിവിറ്റി 1 to 2നെ 3 ഡേയ്സ് ക്രാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്രാഷിങ്ങിൻ്റെ എക്സ്ട്രാ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? അതിൻ്റെ കോസ്റ്റ് സ്ലോപ്പ് ഇൻറ്റു 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 to 2ൻ്റെ കോസ്റ്റ് സ്ലോപ്പ് 500 ആണ്. 500 × 3 1500 വരും. 1500 വരും. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ എക്സ്ട്രാ കോസ്റ്റും അതിൻ്റെ ക്രാഷിങ്ങിന് ശേഷമുള്ള ഡ്യൂറേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് എന്താവും അന്നേരം? ഇവിടെ 13,500 കിട്ടി പ്ലസ് 1500 കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 15,000 ആണ് അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ് ഇപ്പോൾ വരുന്നത്, ആ പ്രൊജക്റ്റിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ്. ഇനി അതിൻ്റെ ഡ്യൂറേഷൻ എന്തായിട്ടുണ്ടാവും? ആ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്താവുക? ഈ 9 എന്നുള്ളത് 6ലേക്ക് മാറി. അപ്പോൾ 6 പ്ലസ് നേരത്തത് എന്താണ്? 3. അപ്പോൾ 6 + 3 9 ഡേയ്സ് ആണ് അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 3 + 9 ഡേയ്സ് ക്രാഷ് ചെയ്തതിന് ശേഷമുള്ള ഡ്യൂറേഷൻ. ഓക്കെ, അതാണ് ഇവിടെ ബ്രാക്കറ്റ് തന്നത്, 6ഉം 3ഉം. ഇവിടെ ബ്രാക്കറ്റിൽ നോക്കിയാൽ ആക്ടിവിറ്റി 1 to 2നെ 6 ഡേയ്സ് ആക്കണം, 2 to 3നെ 3 ആക്കണം. അപ്പോൾ 6 + 3 9 ഡേയ്സ് ആക്കണം ആക്ടിവിറ്റിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ നമ്മളെ ഫൈനൽ ഡയഗ്രം ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് 6ഉം ഇത് 3ഉം ഡ്യൂറേഷൻ 9. ഓക്കെ, ഇനി നമ്മളതിൻ്റെ നമുക്കിതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റാണ് ഇപ്പോൾ കിട്ടിയത്. ഓരോ ഡേയ്സിലുള്ള ഡയറക്റ്റ് കോസ്റ്റ് ക്രാഷ് ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്റ്റ് കോസ്റ്റ്. ഇനി നമ്മൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഇൻഡയറക്റ്റ് കോസ്റ്റ് കൂടി ഡയറക്റ്റ് കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ടേബിൾ ഇറക്കാം. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 40 ഡേയ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്റ്റ് കോസ്റ്റ് 13,000 ആണ്. 12 ഡേയ്സ് ആണെങ്കിൽ 12 ഡേയ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ ആക്ടിവിറ്റി 2 to 3നെ ക്രാഷ് ചെയ്തതിന് ശേഷം 13,500 കിട്ടി. ദെൻ പിന്നെ അല്ല അങ്ങനെയല്ല, ആദ്യം 19 ഡേയ്സ് ആയിരുന്നു. 19 ഡേയ്സിന് കറസ്പോണ്ടിങ് അത് 14 ഡേയ്സ് തന്നെ. 14 ഡേയ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 13,000. ദെൻ 12 ഡേയ്സ് ആയി. 12 ഡേയ്സിന് 13,500. ഇത് 19 അല്ല 9 ആണ്. 9 ഡേയ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 15,000 ആയി. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഇൻഡയറക്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കണം. ഇൻഡയറക്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ കോസ്റ്റിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രൊജക്റ്റ് ഓവർഹെഡ് കോസ്റ്റ് ആർ 300 per day. അപ്പോൾ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ഓവർഹെഡ് കോസ്റ്റ് ഒരു ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. അപ്പോൾ പെർ ഡേയിൽ 300 രൂപയാണ് അതിൻ്റെ ഓവർഹെഡ് കോസ്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ അതിൻ്റെ ഇൻഡയറക്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാം? ഒരു ദിവസം 300 ആണ്. അപ്പോൾ ഇവിടെ ഡ്യൂറേഷൻ 14 ആണ്. അപ്പോൾ 14 ദിവസത്തേക്ക് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാം. അതുപോലെ ഇവിടെ 12 ദിവസത്തേക്ക് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാം. ഇവിടെ 9 ഡേയ്സിന് എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 14 ദിവസത്തേക്ക് കണ്ടുപിടിക്കാൻ 14 × 300 4200 വരും. അടുത്തത് 12 ഡേയ്സിന് 12 × 300 3600 വരും. അടുത്തത് 9 × 300 2700 വരും. അങ്ങനെ നമുക്ക് അതിൻ്റെ ഇൻഡയറക്റ്റ് കോസ്റ്റും കിട്ടി, ഡയറക്റ്റ് കോസ്റ്റും കിട്ടി. ഇനി അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ഓക്കെ, ഇൻഡയറക്റ്റ് കോസ്റ്റും ഡയറക്റ്റ് കോസ്റ്റും കിട്ടും. പിന്നെ അതിൻ്റെ ടോട്ടൽ കോസ്റ്റും കിട്ടി. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് ഏതാ നോക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യൂറേഷൻ നോക്കുക. അതാണ് നമ്മളെ ഒപ്റ്റിമം കോസ്റ്റും ഒപ്റ്റിമം ഡ്യൂറേഷനും. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന കിട്ടിയിരിക്കുന്നതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ 17,200, അത് 17,100 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യൂറേഷൻ 12 ഡേയ്സ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ഒപ്റ്റിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 12 ഡേയ്സും മിനിമം കോസ്റ്റ് 17,100 ആണ് അതിൻ്റെ മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 14 ഡേയ്സിന് 12 ഡേയ്സ് ആയപ്പോൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തു. പക്ഷേ 12 ഡേയ്സിന് 9 ഡേയ്സ് ആയപ്പോൾ ടോട്ടൽ കോസ്റ്റ് 17,100 17,700 ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രാഷിങ് ചെയ്യുമ്പോൾ കോസ്റ്റ് ചിലപ്പോൾ കൂടാം, അല്ലെങ്കിൽ കോസ്റ്റ് ചിലപ്പോൾ കുറയാം. അപ്പം എത്ര ടൈം പീരീഡിലാണ് കോസ്റ്റ് കുറയുന്നത് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു പെർട്ടിക്കുലർ ടൈം ഡ്യൂറേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താവാം, ആ പ്രോജക്റ്റ് നമുക്ക് എക്കണോമിക്കലായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രാഷിങ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഡ്യൂറേഷൻ കുറയ്ക്കണം. കുറേ ദിവസം ലാഗായിട്ട് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കാര്യമില്ല. ഡ്യൂറേഷൻ കുറയ്ക്കണം, പക്ഷേ കോസ്റ്റ് കൂടാനും പാടില്ല. ഡ്യൂറേഷൻ കുറക്കുമ്പോൾ കോസ്റ്റ് കൂടാം, കോസ്റ്റ് കുറയാം. പക്ഷേ ഏതോ ഒരു പെർട്ടിക്കുലർ ഡേയിൽ കോസ്റ്റ് ചിലപ്പോൾ മിനിമം ആയിരിക്കും. ആ ഒരു ഡേ കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മളെ ലക്ഷ്യം. അതിനാണ് നമ്മൾ പ്രൊജക്റ്റിന് ക്രാഷ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നതിനാണ്, ടൈം പീരീഡ് റെഡ്യൂസ് ചെയ്യുന്നതിനാണ് ക്രാഷിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ക്രാഷിംഗ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്റ്റിമം ഡ്യൂറേഷനും ഒപ്റ്റിമം ക്രാഷ് കോസ്റ്റും കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് എന്താണ്, 12 ഡേയ്സ് എത്തുമ്പോഴാണ് മിനിമം കോസ്റ്റ് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ മിനിമം കോസ്റ്റും ഒപ്റ്റിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 12 ഡേയ്സുമാണ്. ലാസ്റ്റ് ഇങ്ങനെ ഒരു കർവ് വരക്കുക. നമ്മൾ 14-നും 12-നും 9 ഡേയ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റിനെയും കർവ് വരക്കുക. ദെൻ ടോട്ടൽ കോസ്റ്റിനെയും കർവ് വരക്കുക. അതിൽ ഒപ്റ്റിമം കോസ്റ്റും ഒപ്റ്റിമം ഡ്യൂറേഷനും മാർക്ക് ചെയ്യാം. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. കർവ് വരക്കണം എന്ന് എക്സാമിന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുള്ളത് വരക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ടേബിൾ വരച്ചിട്ട് ഇത് ചെയ്താൽ മതി. സിമ്പിളാണ്. എക്സാമിന് ഒരിക്കലും ഇത്രയും സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ചോദിച്ചിട്ടില്ല, ചോദിക്കാനും പോകുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.